ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. അശ്വതി നാളുകാരുടെ ദശാക്രമവും ദശാഫലവും ദശാദോഷത്തിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാരുടെ ആദ്യ ദശ കേതുർദശയാണ്. ഇതിന് ജന്മനക്ഷത്രദശ എന്നും പറയും. കേതുർദശ ആകെ 7 വർഷക്കാലമാണ്. എന്നാൽ അശ്വതി നാൾ തുടങ്ങുന്ന സമയത്താണ് ജനനമെങ്കിൽ മാത്രമേ ഈ 7 വർഷക്കാലം പൂർണ്ണമായും അനുഭവത്തിൽ വരൂ. അശ്വതി നക്ഷത്രം തുടങ്ങി മുന്നോട്ട് പോകും തോറും ആദ്യ ദശയായ കേതുവിൻ്റെ കാലയളവ് കുറഞ്ഞു വരും. ഇത് നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ കാണാൻ കഴിയും. ജന്മശിഷ്ടം കേതുർദശ എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസമെന്നൊക്കെ. എന്നാൽ തുടർന്നു വരുന്ന ഓരോ ദശകൾക്കും അവയ്ക്ക് പറഞ്ഞിട്ടുള്ള വർഷങ്ങൾ മുഴുവനും അനുഭവത്തിൽ വരും. ഓരോ ദശയിലുമുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കാനും നമ്മൾക്ക് കഴിയും. അശ്വതി നാളുകാരുടെ ആദ്യ ദശ കേതുവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ജാതകവശാൽ ജന്മനക്ഷത്ര ശിഷ്ടദശയായ കേതുർദശ എത്ര വർഷമുണ്ടോ അത്രയും വർഷത്തെ കേതുർദശാഫലങ്ങൾ അനുഭവത്തിൽ വരും. അശ്വതി നക്ഷത്ര ജാതകർക്ക് കേതുർദശാകാലം ദോഷം കൂടുതലുള്ള സമയമാണ്. അക്കാലത്ത് മാതാപിതാക്കൾക്ക് അരിഷ്ടതയും കുടുംബത്തിൽ സമാധാനക്കുറവും ശിശുക്കൾക്ക് പലവിധത്തിലുള്ള ബാലപീഡകളും അനുഭവപ്പെടുന്ന കാലമാണ്. ദോഷപരിഹാരമായി മഹാഗണപതിയെ നിത്യം ഭജിക്കുക, ഗണേശ സഹസ്രനാമം കഴിയുമെങ്കിൽ നിത്യം ജപിക്കുക, കുഞ്ഞിൻ്റെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും നടത്തുന്നത് നല്ലതാണ്. പക്ഷേ ഇതിന് എല്ലാവർക്കും കഴിഞ്ഞെന്നു വരില്ല. ഇങ്ങനെയുള്ളവർ ക്ഷേത്രത്തിൽ മിക്ക ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഗണപതി ഹോമത്തിലും മൃത്യുഞ്ജയ ഹോമത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ ഗുണം വർദ്ധിപ്പിക്കാനും കഴിയും. അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടാമത്തെ ദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ഇതിന് സമ്പന്ന ദശയെന്നും വിളിക്കും. ഇക്കാലയളവിൽ കുടുംബത്തിൽ ധനാവൃത്തിയും മനസ്സിന് സന്തോഷവും പുതിയ വാഹനങ്ങൾ വാങ്ങാനോ പുതിയ വീടുകളിൽ താമസിക്കാനോ ഒക്കെ സാധ്യതയുണ്ടാകും. പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉള്ള സമയവും ദോഷഫലങ്ങൾ കുറഞ്ഞ കാലവുമായിരിക്കും. ഇക്കാലയളവിലുള്ള ദോഷഫലങ്ങളുടെ ശമനത്തിനും ഗുണാനുഭവങ്ങളുടെ അഭിവൃദ്ധിക്കുമായി മഹാലക്ഷ്മിയെ നിത്യം ഭജിക്കുന്നതും വെള്ളിയാഴ്ചയും മൂലനാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ മൂന്നാമത്തെ ദശ ആദിത്യ ദശയാണ്. 6 വർഷക്കാലമാണ് ആദിത്യ ദശ. വിഭിന്ന നക്ഷത്രദശയെന്നും ഇതിന് പേരുണ്ട്. ഈ ദശാകാലത്ത് ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. ഗുരുസ്ഥാനീയർക്കും മാതാപിതാക്കൾക്കും അരിഷ്ടതകളും രോഗങ്ങളും അനുഭവപ്പെട്ടേക്കാം. ധനനഷ്ടം, ഉദരരോഗം, ശത്രുദോഷം, ദുഷ്പേര്, പരാജയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അശ്വതി നാളും ഞായറാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രവും സഹസ്രനാമവും ജപിക്കുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ നാലാമത്തെ ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ഇതിന് ക്ഷേമ നക്ഷത്രദശ എന്നും പറയും. ചന്ദ്രദശ പൊതുവെ ഗുണാധിക്യം കൂടുതലുള്ള സമയമാണ്. അശനശയന സൗഖ്യം, വാഹനലാഭം, ഭൂമിലാഭം, മാതൃസൗഖ്യം, മനസ്സന്തോഷം, കൃഷിയിലും കച്ചവടത്തിലും നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ ചന്ദ്രൻ പൊതുവെ വൃത്തിക്ഷയങ്ങളുള്ള ഒരു ഗ്രഹമായതിനാൽ നല്ല ഫലങ്ങളോടൊപ്പം തന്നെ ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ദോഷഫലങ്ങളുടെ ശമനത്തിനായും ഗുണാഭിവൃദ്ധി ഉണ്ടാവാനും ദുർഗാഭജനം, ദുർഗാക്ഷേത്രത്തിൽ ദർശനം, തിങ്കളാഴ്ച വ്രതം, ദുർഗാ അഷ്ടോത്തരവും സഹസ്രനാമജപവും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. അശ്വതി നാളുകാരുടെ 5ാമത്തെ നക്ഷത്രദശ ചൊവ്വാദശയാണ്. 7 വർഷക്കാലമാണ് ചൊവ്വാദശ. പൃഥ്വി നക്ഷത്രം എന്നാണ് ഇതിന് നാമം. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചൊവ്വാദശാകാലം. മാനസിക സംഘർഷം, സന്താനങ്ങളെ ചൊല്ലിയുള്ള ഉത്കണ്ഠ, അശാന്തി, രോഗം, കർമ്മരംഗത്ത് പലവിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇവയ്ക്കെല്ലാം ഈ ദോഷങ്ങൾക്കെല്ലാം പരിഹാരമായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പഞ്ചാമൃതം വഴിപാട് നടത്തുന്നതും സഹസ്രനാമജപവും ഉത്തമ ഗുണത്തെ പ്രദാനം ചെയ്യും. അശ്വതി നക്ഷത്രക്കാരുടെ 6ാമത്തെ നക്ഷത്രദശ രാഹുർദശയാണ്. 18 വർഷക്കാലമാണ് രാഹുർദശ.
ഇതിനെ സാധക നക്ഷത്രദശയെന്നും പറയും. ഗുണഫലങ്ങൾ കൂടുതലുള്ള ദശാകാലമാണിത്. പലവിധ നേട്ടങ്ങളും സ്വന്തമാക്കുന്നത് ഈ കാലയളവിലായിരിക്കും. രാഹുർദശാകാലം വളരെ ഗുണകരമാണ്. ഇത്രയും നാൾ അധ്വാനിച്ചതിൻ്റെയും ബുദ്ധിമുട്ടിയതിൻ്റെയും ഫലം കണ്ടറിയാൻ ഈ സമയത്ത് നമുക്ക് കഴിയും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. ഭൂമി മുതലായ സ്വത്തുകൾ കൈവശം വന്നു ചേരും. സർപ്പക്കാവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. എന്നാൽ സ്വതവേ രാഹുവിൻ്റെ പാപത്വം കുറച്ചൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദോഷപരിഹാരത്തിനും ഗുണവർദ്ധവിനുമായി നാഗങ്ങളെയും ദുർഗാദേവിയെയും ഭജിക്കുക. നാഗാഷ്ടോത്തരവും ദുർഗാഷ്ടോത്തരവും ദിവസവും ജപിക്കുക. സർപ്പത്തിന് നൂറുംപാലും സമർപ്പിക്കുക. സർപ്പക്കാവിൽ വിളക്ക് വെക്കുന്നതും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. അശ്വതി നക്ഷത്രക്കാരുടെ 7ാമത്തെ ദശ വ്യാഴദശയാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശ. വധനക്ഷത്രദശ എന്നും ഇതിനെ വിളിക്കുന്നു. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലം. ധനനഷ്ടം, സന്താനങ്ങൾക്ക് അരിഷ്ടത, ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം, രോഗാദി ദുരിതങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലം. എന്നാൽ വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാൽ വ്യാഴദശാകാലം ദോഷാനുഭവങ്ങൾക്കൊപ്പം തന്നെ പല ഗുണാനുഭവങ്ങളും ഉണ്ടാക്കും. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ 8ാമത്തെ നക്ഷത്രദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശ. ധർമ്മശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം, അരയാൽ പ്രദക്ഷിണം, ശിവഭജനം, ഹനുമാൻ സ്വാമി ഭജനം എന്നിവ ഉത്തമമാണ്. ഇതിനെ മൈത്ര നക്ഷത്ര ദശയെന്നും പറയാറ്. അശ്വതി നക്ഷത്രക്കാരുടെ 9ാമത്തെ ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശ. ഇതിനെ പരമമൈത്രദശ എന്നാണ് പറയുന്നത്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാരമൂർത്തികളെ ഭജിക്കുന്നത് ഉത്തമം. 7ാമത്തെ ദശയായ വ്യാഴദശ കഴിയുമ്പോൾ തന്നെ അശ്വതി നാളുകാർക്ക് 75നും 80നും മധ്യ വയസ്സാകും. അതുകൊണ്ടാണ് 8ാം നക്ഷത്രദശയായ ശനിദശയെക്കുറിച്ചും 9ാം നക്ഷത്രദശയായ ബുധദശയെക്കുറിച്ചും ഞാൻ കൂടുതലായി പറയാതിരുന്നത്. ഇവിടെ ഞാൻ അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ ദശാഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പല നക്ഷത്രക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.